ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്. ഇന്നത്തെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി നിർബന്ധ ബാധ്യതയാക്കാതെ തന്നെ നിർബന്ധ ബാധ്യത എന്ന പോലെ വിഷയങ്ങൾ ഏറ്റെടുത്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ, അതിൽ മഹിത മാതൃക തീർത്ത് നമ്മെ മുൻകടന്നവർ. ഇതാണ് കാരണം. ഇന്ന് നിർബന്ധ ബാധ്യതകളിലും വിധികളിലും വിലക്കുകളിലും അമാന്തമാണ്, അലസതയാണ്. അവിടെയാണ് നിർബന്ധമല്ലാതിരുന്നിട്ടും നിർബന്ധ ബാധ്യതയെപ്പോലെ ഏറ്റെടുത്ത് നിർവഹിച്ച ആ പൂർവികരെ അനുസ്മരിക്കേണ്ട, അയവിറക്കേണ്ട അനിവാര്യതയുണ്ടാകുന്നത്. ഒരു ചരിത്രത്തിൽ നമുക്ക് തുടങ്ങാം ബിഇദ്നില്ല. ഈ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുള്ള അൽ അർബഷ് എന്നവരുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം. അബൂ അഖീൽ അൽ ബലവി എന്ന വിളിപ്പേരിൽ മഹാൻ സഹാബി, പ്രമുഖ സഹാബി അബൂ അഖീൽ അൽ ബലവി, അദ്ദേഹം യമാമ യുദ്ധത്തിൽ ഷഹീദായ രംഗം. യമാമ യുദ്ധത്തിലെ ചരിത്രം നമുക്കറിയാം. യമാമ മുസൈലിമത്തുൽ കദ്ദാബിനുള്ള പോരാട്ടത്തിൽ ധീരധീരം സഹാബികൾ പോരടിച്ചു. അതിൽ അവിടെ ഹദീഖത്തുൽ മൗത്ത് എന്ന പേരിൽ ഒരു തോട്ടം തന്നെ ഉണ്ട്, ഹദീഖത്തുൽ മൗത്ത്. കാരണം അത്രമേൽ ആളുകൾ മരണപ്പെട്ടു. സഹാബികളിൽ 1200 അല്ലെങ്കിൽ 1400 പേർ ഷഹീദായി യമാമ യുദ്ധത്തിൽ, മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള ആ പോരാട്ടത്തിൽ. അതിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി പണ്ഡിതരായ 70 പേർ ഷഹീദായ ചരിത്രം. അതിൽ ആ ചരിത്രം രേഖപ്പെടുത്തിയപ്പോഴാണ് നമ്മളുടെ മഹാൻ അബ്ദുള്ള ഇബ്നുൽ അർബഷ് അബൂ അഖീലുൽ ബലവിയുടെ ചരിത്രം വായിക്കുന്നത്. എന്താ പറയുന്നത്? മുസൈലിമത്തിനോടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയപ്പോൾ തന്നെ, ആ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ അബൂ അഖീലുൽ ബലവിക്ക് ഒരമ്പേറ്റു. ആ അമ്പേറ്റത് അദ്ദേഹത്തിൻ്റെ മൻകബിനും കൽബിനും ഇടയിൽ നിന്നാണ്. കൽബ് ഇതാണ് മൻകബ്, ഇതിനിടയിൽ അമ്പേൽക്കുക എന്നാണ്. എവിടെ ഏൽക്കുക? അദ്ദേഹത്തിൻ്റെ ഈ കൽബിനോടടുത്ത് അമ്പ് തുളഞ്ഞു കയറി, അദ്ദേഹം വീണുപോയി. മുസ്ലിമീങ്ങൾ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവന്നു, ഫുസ്താത്തിലേക്ക്, ഹൈമയിലേക്ക് എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തെ കിടത്തി. അദ്ദേഹത്തിന് ഇനി ഒരവസരം യുദ്ധത്തിൽ മുഖത്തേക്കില്ലാത്ത എന്ന പോലെ അദ്ദേഹം വീണു. അവൻ്റെ അമ്പേറ്റത് നോക്കണം, അദ്ദേഹത്തിൻ്റെ അവസ്ഥ നോക്കണം. നമ്മൾ യമാമ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ആ ബനു ഹനീഫ ഗോത്രം മുസൈലിമത്തുൽ കദ്ദാബിനോടൊപ്പം കൂടി, അവരൊക്കെ പലരും ഇസ്ലാമിലേക്ക് വന്നവരാണ്. മുസൈലിമത്തുൽ കദ്ദാബും കപടനാണ്. ഇസ്ലാമിലേക്ക് വന്ന ഒരു വലിയ വിഭാഗം ആളുകളാണ് മുസൈലിമത്തുൽ കദ്ദാബിനോടൊപ്പം കൂടിയത്. അതുകൊണ്ട് തന്നെ ആ ഏറ്റുമുട്ടലിൽ വലിയ വിഷമമുണ്ടായി. കാരണം എന്താ? ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നറിയാത്ത രീതിയിലാണ് ശത്രുക്കൾ ഉള്ളത്, അതേപോലെ മുസ്ലിമീങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു രക്തരൂക്ഷിത പോരാട്ടത്തിൽ ഇങ്ങനെ പലരും വധിക്കപ്പെടാൻ, മരിക്കാനൊക്കെ കാരണമായത് ഈ ഒരു പ്രശ്നമാണ്. മുസ്ലിമയോടൊപ്പം പലരും കൂടി, അത് കാരണത്താൽ മുസ്ലിമീങ്ങൾക്ക് പലർക്കും ആളറിയാത്തൊരൊക്കെ അവസ്ഥ വന്നു, തിരിച്ചറിയാത്ത അവസ്ഥ വന്നു. ആ രക്തരൂക്ഷിതമായ പോരാട്ടം നടക്കുമ്പോൾ ഒരു വിളി കേൾക്കാണ്. യാലൽ അൻസാർ അല്ലാഹ് അല്ലാഹ് അൽ കറത അലൽ മുശ്രികീൻ എന്നാണ് കേൾക്കുന്നത്. യാലൽ അൻസാർ, അൻസാരികളെ എന്നാണ് വിളിക്കുന്നത്. അല്ലാഹ് അല്ലാഹ്, അള്ളാഹിനെ ഓർക്കേണ്ട ടൈമാണ്, അള്ളാഹുവിനെ ഓർക്കണം. അൽ കറത അലൽ മുശ്രികീൻ, മുശ്രിക്കീങ്ങൾക്കെതിരിൽ എതിരിടേണ്ട, പുറപ്പെടേണ്ട അനിവാര്യ ടൈമാണ്. അതുകൊണ്ട് എല്ലാ അൻസാരികളെയും വിളിക്കുകയാണ്. അൻസാരികൾ മാത്രമല്ല, മുഹാജിറുകൾ എല്ലാവരും ഉണ്ട്, പക്ഷേ അൻസാരികൾ പ്രത്യേകം വിളിക്കപ്പെടുകയാണ്. അപ്പോൾ ആ വിളി കേട്ടപ്പോഴാണ് നമ്മുടെ അബൂ അഖീൽ അൽ ബലവി എഴുന്നേൽക്കുകയാണ്. അദ്ദേഹം കിടക്കുകയാണ്. ഈ ഇത് കാരണത്താൽ, ഈ അമ്പ് കാരണത്താൽ, മുറിവ് കാരണത്താൽ അദ്ദേഹം എഴുന്നേൽക്കുകയാണ്. അപ്പം എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അബൂ അഖീൽ ഇലാ ഐൻ, അബൂ അഖീൽ നിങ്ങൾ എവിടേക്കാണ് എഴുന്നേൽക്കുന്നത്? അപ്പം അദ്ദേഹം പറയാൻ, നുദീത്, ഞാൻ വിളിക്കപ്പെട്ടു. അപ്പം അദ്ദേഹത്തോട് പറയാൻ, നിങ്ങൾ വിളിക്കപ്പെട്ടിട്ടില്ല. അപ്പം അദ്ദേഹം പറയും, ഞാൻ വിളിക്കപ്പെട്ടു.
അപ്പൊ പറയാണ് യാലൽ അൻസാർ, അൻസാരികളെ എന്നാണ് വിളിച്ചത്, നിങ്ങളല്ല. അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ അൻസാരികളിൽപ്പെട്ടവനാണ്, എന്നെയാണ് വിളിച്ചത്, ഞാൻ അൻസാരികളിൽപ്പെട്ടവനാണ്, എന്നെയാണ് വിളിച്ചത് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ മുറിയുമായി എഴുന്നേൽക്കുകയാണ്. ഒരു കയ്യിനനക്കല്ല, ഈ കയ്യിനനക്കല്ല, ഈ കൈയായിട്ട് എഴുന്നേൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ആ യുദ്ധമുഖത്തേക്ക് പോവുകയാണ്. യാലൽ അൻസാർ എന്നുള്ള വിളി കേട്ടപ്പോൾ അങ്ങനെ യമാമയിൽ പൊടി പാറിയ ആ യുദ്ധം, രക്തരൂക്ഷിത യുദ്ധം നടന്നു. അതിൽ 1400ഓളം മുസ്ലിമീങ്ങൾ മരണപ്പെട്ട് യുദ്ധത്തിൻ്റെ പൊടി അടങ്ങിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ മുസ്ലിമീങ്ങൾക്ക് രക്തസാക്ഷികളായവരെ അന്വേഷിക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു കയ്യറ്റ് നമ്മളുടെ സഹാബി അബൂ അഖീൽ അൽ ബലവി കിടക്കണം, ഒരു കയ്യറ്റ് കിടക്കുകയാണ്, ഈ കയ്യില്ല. അപ്പോൾ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ യാ അബാ അഖീൽ എന്ന് വിളിച്ചു, അബാ അഖീൽ. അപ്പോൾ അബൂ അഖീൽ ലബ്ബൈക്ക് എന്ന് പ്രതികരിച്ചു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്, ഏതാനും നിശ്വാസങ്ങളെ ബാക്കിയുള്ളൂ, അന്ത്യസമയത്തോട് അടുത്തിട്ടാണ് ഉള്ളത് അബൂ അഖീൽ കിടക്കുന്നത്. ആ മുറിഞ്ഞ കൈ അദ്ദേഹത്തിൻ്റെ സമക്ഷത്തിൽ അവിടെ ഉണ്ട്, വീണ് കിടക്കുന്നത്. അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് അബൂ അഖീൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ലിമനിദ്ദബറല്യോ, ആർക്കാണ് പരാജയം, എവിടെയാണ് വിജയം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, അബ്ശിർ അബ്ശിർ ഖുതില അദുവുല്ലാഹ്, അബൂ അഖീൽ സന്തോഷിക്കൂ, അള്ളാഹുവിൻ്റെ ശത്രു കൊല്ലപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ മുസൈലിമത്തുൽ കദ്ദാബ്, മുസൈലിമത്തുൽ കദ്ദാബ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമായിരിക്കുന്നു എന്ന അർത്ഥത്തിൽ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഒരു കയ്യേ ഉള്ളൂ,